കെ.ടി. ജലീലിനെതിരെ പി.കെ. ഫിറോസ് മന്ത്രിസ്ഥാനം രാജിവെപ്പിച്ചത് സീസൺ 1. എം.എൽ.എ സ്ഥാനം രാജിവെപ്പിക്കുന്ന സീസൺ 2 നാളെ യൂത്ത് ലീഗ് ആരംഭിക്കുമെന്നും പി.കെ. ഫിറോസ്. ജലീലിന്റെ പേരെടുത്തു പറയാതെയായിരുന്നു പി.കെ. ഫിറോസിന്റെ പ്രസംഗം. മലപ്പുറം പൂക്കോട്ടൂർ യൂത്ത് ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫിറോസ്. ഈ അൽപ്പൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്നു. അന്ന് മന്ത്രിയായപ്പോ ഈ മലപ്പുറത്ത് വന്നൊരു വെല്ലുവിളി നടത്തി. യൂത്ത് ലീഗ് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോ രാജിവെക്കാൻ എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് എന്നല്ലടോ AKG സെന്ററിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ അല്പം പ്രസംഗിച്ചു പോയി. ആ അല്പനെ മന്ത്രി കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സീസൺ 1. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് സീസൺ 1. നാളെ സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്നും ഇതിക്ക് താഴെ ഇടാനുള്ള എല്ലാ ആയുധവും സംഭരിച്ചിട്ടാണ് നമ്മൾ പോരിനിറങ്ങിയിട്ടുള്ളത്. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഇത് എന്താണ് ഫിറോസ് പറഞ്ഞത്? ഈ സീസൺ 2 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അമൃത, ഫിറോസും യൂത്ത് ലീഗ് നേതാക്കളും നാളെ വൈകുന്നേരം 3 മണിക്ക് മലയാളം സർവകലാശാലയിൽ സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത ഭൂമി സന്ദർശിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കെ.ടി. ജലീലുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടായിരിക്കും നാളെ അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നേരത്തെ മന്ത്രി ആയിരുന്ന സമയത്ത് മന്ത്രിസ്ഥാനം യൂത്ത് ലീഗ് രാജിവെപ്പിച്ചു. അന്ന് രാജിവെക്കില്ല, പാണക്കാട്ടിൽ നിന്നല്ല തന്നെ മന്ത്രിയാക്കിയത്, അതുകൊണ്ട് താൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞെങ്കിലും യൂത്ത് ലീഗ് ശക്തമായ പ്രതിഷേധം കൊണ്ട് രാജിവെച്ചത് സീസൺ 1 ആയിരുന്നു. എന്നാൽ ഇനി MLA സ്ഥാനം കൂടി വെക്കാനിരിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞത് നാളെ മുതൽ തുടങ്ങുന്നു എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളായി കെ.ടി. ജലീലും പി.കെ. ഫിറോസും തമ്മിലുള്ള ഈ വാക്പോര് തുടരുകയാണ്. കെ.ടി. ജലീലിന്റെ പലതവണയായി പത്രസമ്മേളനം വിളിച്ച് പി.കെ. ഫിറോസിന്റെ ഈ അഴിമതിയും അല്ലെങ്കിൽ അദ്ദേഹം ഈ ബിസിനസ്സിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനെതിരെ മറുപടിയും പറഞ്ഞിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കെ.ടി. ജലീലിനെതിരെ അദ്ദേഹം ഒരു പ്രസംഗത്തിൽ കെ.ടി. ജലീലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. മലപ്പുറം പൂക്കോട്ടൂരിൽ യൂത്ത് ലീഗിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും നാളെ യൂത്ത് ലീഗ് നേതാക്കന്മാരും പി.കെ. ഫിറോസ് ഉൾപ്പെടെയുള്ളവർ തിരൂരിലെ മലയാള സർവകലാശാലയിലെ ഭൂമി സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി ജംഷീർ.